ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു ദിവസം പത്രോസും ഈശോയും കൂടെ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു കൊച്ചു കുട്ടിയെ കണ്ടു. അവനിങ്ങനെ മണ്ണിനകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണ്? അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കൃഷിസ്ഥലം ഉണ്ടാക്കി കളിക്കുകയാണ്. അവൻ എന്നിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചു. കുറച്ച് മണ്ണിങ്ങനെ കൂനകളാക്കി അടുക്കി വെച്ചിരിക്കുന്നു, ഇതൊക്കെ വീടുകളാണ്. തൊട്ടടുത്ത് കുറച്ച് കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഇത് പശുക്കളാണ്. അപ്പോൾ ഈശോ ചോദിച്ചു, നീ ഇപ്പോൾ വലുതാകുമ്പോൾ കൃഷിക്കാരനാകാൻ വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, കൃഷിക്കാരനാകുവാണെങ്കിൽ എനിക്ക് വിശപ്പില്ലാതെ ജീവിക്കാമല്ലോ. പത്രോസ് അപ്പോൾ അവനോട് ചോദിച്ചു, മോനെ നീ ഇപ്പോൾ ഒന്നും കഴിച്ചില്ലേ? അവൻ പറഞ്ഞു, ഞാൻ കഴിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇനി എനിക്ക് നാളെ രാവിലെ നിനക്ക് ഭക്ഷണം തരാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പത്രോസ് വീണ്ടും ചോദിച്ചു, അപ്പോൾ മോനെ നിനക്ക് വിശക്കുന്നില്ലേ? അവൻ പറഞ്ഞു, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പുല്ലെടുത്ത് തിന്നും. അവൻ അവിടെ കിടക്കുന്ന കുറേ പുല്ലിൻ്റെ നാമ്പുകൾ എടുത്ത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് കഴിച്ചു. പത്രോസിൻ്റെ മനസ്സിങ്ങനെ വിങ്ങാൻ തുടങ്ങി. പത്രോസ് അവനോട് ചോദിച്ചു, മോനെ നിൻ്റെ അപ്പനെവിടെ? അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അപ്പൻ മരിച്ചു പോയെന്നാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് അപ്പനെ റോമക്കാർ കുരിശിലേറ്റിയെന്നാണ്. എന്താ ഈ കുരിശിലേറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഈശോനോട് പറഞ്ഞു, മോനെ അത് നിൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ മോന് പറഞ്ഞു തരും. പത്രോസിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ ഇത് കണ്ടു. ഈശോ എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ കയ്യിൽ ഇവർക്ക് കൊടുക്കാൻ വല്ലതും ഉണ്ടോ? പത്രോസ് മടിക്കുത്തിൽ നിന്ന് ഒരു ചെറിയ പണക്കിഴി എടുത്ത് അതിനകത്ത് കുറച്ച് നാണയങ്ങളാണുള്ളത്. അത് ആ കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഇത് നിൻ്റെ അമ്മയുടെ കൊടുക്കുക. അപ്പോൾ അവൻ പത്രോസിൻ്റെ കണ്ണിലേക്ക് ഉറ്റു നോക്കിയിട്ട് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു, ചേട്ടൻ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഈശോ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ ചേട്ടൻ കരയുന്നത് സ്നേഹം കൊണ്ടാണ്. പത്രോസ് ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ ആ കൊച്ചിൻ്റെ ആ കിഴി കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ ആ കിഴിയുമായി ഓടിപ്പോയി. ഈശോ പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അപ്പോഴും പത്രോസ് സ്നേഹം കൊണ്ട് കരയുകയായിരുന്നു. ഈ സ്നേഹം കൊണ്ടൊക്കെ നമുക്ക് കരയാൻ പറ്റുമോ? നമ്മളിങ്ങനെ സങ്കടം വരുമ്പോൾ കരയും, സന്തോഷം വരുമ്പോഴും കരയും. പക്ഷെ സ്നേഹം വരുമ്പോൾ കരയുമോ? എനിക്കങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ കരയും. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു. ഏതോ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ മുഖഭാവങ്ങളാണ് കാണിക്കുന്നത്. കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അമ്മ വാവിട്ട് കരയുന്നുണ്ട്. പക്ഷെ ജന്മം കൊടുത്തു കഴിഞ്ഞ് ആദ്യമായിട്ട് തൻ്റെ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ മൊമെൻറ്റിൽ അമ്മ വീണ്ടും കരയുകയാണ്. ആദ്യം വേദന കൊണ്ടാണ് കരഞ്ഞത്, രണ്ടാമത് സ്നേഹം കൊണ്ടാണ് കരയുന്നത്. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മക്കൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിദേശത്തുനിന്ന് അപ്പനമ്മമാരെ കാണാൻ വേണ്ടി വരും. അവരെ ഇങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് കാണുമ്പോൾ അമ്മമാർ പെട്ടെന്ന് കരയുന്നത് കാണാൻ പറ്റും. സ്നേഹം കൊണ്ട് കരയുന്നതാണ്. ഞാൻ കരുതുകയാണ്, ഈശോ തൻ്റെ അന്ത്യത്താഴ വേളയിൽ അപ്പമെടുത്ത് കുർബാനയായി തൻ്റെ മുമ്പിൽ വെച്ച് മുറിച്ച സമയം ഈശോയും കരഞ്ഞിട്ടുണ്ടാവും. സങ്കടം കൊണ്ടല്ല, അവർ വിട്ടുപോകുന്ന വേദന കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട്. സ്നേഹം കൊണ്ട് തമ്പുരാൻ കരഞ്ഞു മുറിച്ചതിൻ്റെ പേരാണ് കുർബാന. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊന്ന് ഓർക്കാം, സ്നേഹം കൊണ്ട് നമ്മളും കരയേണ്ട സമയമാണ്. നമ്മുടെ തമ്പുരാൻ സ്നേഹം കൊണ്ട് കരഞ്ഞ സമയമാണ് വിശുദ്ധ കുർബാന. കുർബാനയിൽ അത്രമാത്രം സ്നേഹത്തോടെ നമുക്കും പങ്കെടുക്കാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.